ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം ഭരണ സെക്രട്ടറിന് പിരിഞ്ഞ് KSU ഉണ്ട്. KSU സ്ഥാപിതമായപ്പം കോട്ടയം ജില്ലയുടെ ആദ്യത്തെ സെക്രട്ടറി ഉമ്മൻചാണ്ടിയും കോട്ടയം താലൂക്കിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ഞാൻ. അന്ന് തൊട്ട് ഇന്ന് വരെ ബന്ധങ്ങൾ നിലനിർത്തി. ഞങ്ങൾ കുടുംബമായിട്ടും ബന്ധം നിലനിർത്തുന്നു. ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്യുന്നപ്പോൾ അദ്ദേഹം അവിടെ വരികയും എൻ്റെ കൂടെ താമസിക്കുകയും പല സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. വളരെയധികം സ്നേഹബന്ധം. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെയധികം ദുഃഖം എനിക്കുണ്ടാക്കുന്നുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുവാനായിട്ട്. എല്ലാ ഞായറാഴ്ചയും വരും. പറയാൻ പറ്റുന്ന വാക്കുകളാണ്. നമുക്ക് ഇത് മാത്രം ഇതിനകത്ത് കൂടി വരാൻ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും എന്നല്ല, അവിടെ ഉണ്ടെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു എന്നാ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. എല്ലാവരുടെയും പരാതി കേൾക്കുകയും അതിനൊക്കെ ഒരു പരിഹാരം. നമ്മളൊരു പരാതി തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ അന്നേരം കുടുംബത്തിലൊരു അംഗത്തെ പോലെ അത് എന്നതാണെന്ന് ഒരു പറയാൻ പറ്റാത്ത വ്യവസ്ഥയാണ്. അതുപോലെ ഒരാൾ ഇല്ല ഇവിടെ. നമുക്ക് ആരും റെക്കമെൻഡ് വേണ്ട. വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം എന്നാ ഒരു എതിർപ്പ് പറയുന്നൊരു അതില്ല. അത് നമുക്ക് എത്ര ആളുകളുണ്ടെങ്കിലും അവരെല്ലാവരെയും കണ്ടിട്ടേ പോകത്തുള്ളൂ. പലരെയും പേരെടുത്ത് വിളിക്കാനൊക്കെയുള്ള ഒരു ബന്ധം വരെ ഉണ്ടായിരുന്നു. ഉണ്ട്. വലിയ ഞായറാഴ്ച വന്നാൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു ദിനചര്യ എങ്ങനെയായിരുന്നു സാധാരണ? ഞായറാഴ്ച അമ്മയുള്ളപ്പം ശനിയാഴ്ച പോയിട്ട് വരും. ഞങ്ങൾ 2 മണി രാത്രി വരെയൊക്കെ ഇവിടെ ഇരിക്കും. അങ്ങോട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകും. അത് ഞമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഗസ്റ്റ് ഹൗസിലാണ് കിടക്കുന്നത്. പക്ഷേ അപ്പോഴും ഞായറാഴ്ചകൾ വരുമായിരുന്നു. ഞായറാഴ്ച കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഞായറാഴ്ച പള്ളി രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം പള്ളിയിൽ പോകും. പള്ളിയിൽ പോകും. കുർബാന കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരും. ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. അന്നേരവും ആരെങ്കിലുമൊക്കെ വേണ്ടി അവരെല്ലാവരെയും കാണും. ഈ ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ വീടുമായി വലിയ ആത്മബന്ധമാണ്. വീടല്ലേ അല്ലേ? ഇവിടെ വരുന്നിട്ടേ പോകത്തല്ലോ. എവിടെയാണല്ലോ ഉമ്മൻചാണ്ടിയുടെ വേർപാട് സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ കുഞ്ഞുകുട്ടി ആവാലവൃത്തത്തിനും ഒരു വേദനയാകുന്നത് വളരെ വ്യക്തമാണല്ലോ. നമ്മൾ ഈ 2-3 ദിവസം കൊണ്ട് കാണുന്ന കാഴ്ചകൾ എല്ലാം അതാണ് തെളിയിക്കുന്നത്. ഉമ്മൻചാണ്ടി ഓരോരുത്തരെയും ജനനായകൻ എന്ന് പറയുന്നു. ജനനായകനല്ല, ജനഹൃദയനായി മാറിയിരിക്കുകയാണ്. അത് ഒരു ഒഴുക്ക് പോലെയാണ് ഇപ്പം സംഭവിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന ഒരു ഫീലിംഗാണ് ഇപ്പോൾ ഉള്ളത്. ജനഹൃദയങ്ങൾ അദ്ദേഹം തുടർന്ന് ജീവിക്കും. ഞങ്ങൾക്കെല്ലാം ഒരു സാധാരണ മനുഷ്യരെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കഠിനമായ വേദനയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇത്രയും ജനമനസ്സുകളിൽ കയറിക്കൂടിയ ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടാകുമോ എന്നത് സംശയമായിട്ട് നിൽക്കുന്നു. അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒരു മികച്ച രാഷ്ട്രീയ നേതാവായിരുന്നു. ഒപ്പം തന്നെ നല്ല ഒരു ക്രൈസ്തവ വിശ്വാസി കൂടിയായിരുന്നില്ല അദ്ദേഹം. ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു. രാഷ്ട്രീയ ജീവിതം ആധ്യാത്മികത കൂടിയാകുന്നു എന്നത് വളരെ ഭംഗിയായി പഠിപ്പിച്ച ഒരാളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അതിന് കൊടുത്ത നിറങ്ങളെല്ലാം ദൈവ അഭിമുഖമുള്ള കാര്യങ്ങളായിരുന്നു. ദേവാലയത്തോട്, സഭയോട്, പള്ളിയോട് കാണിച്ച പ്രതിബദ്ധത, ആരാധനയിലുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്ഠ, വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കം, ഇതൊക്കെ സാധാരണ കണ്ടുപിടിക്കേണ്ട ചില വിഷയങ്ങളാണ്. മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ട ചില വിഷയങ്ങളാണ്. അത് എല്ലാത്തിലും ഒരു അതുല്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഏറെ തിരക്കുകൾക്കിടയിലും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചു. എല്ലാ ഞായറാഴ്ചയും പള്ളി വരും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന ആഗ്രഹമുള്ള ദിവസങ്ങളിൽ തലേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് യാമനമസ്കാരങ്ങൾ കൃത്യമായി പങ്കെടുത്ത് വെളുപ്പാങ്കാലത്ത് വിശുദ്ധ കുർബാന ചൊല്ലി അത് ആദ്യം മുതൽ അവസാനം നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സാധാരണ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ബാംഗ്ലൂരിലേക്ക് അവസാനം പോയപ്പോൾ പാമ്പാടി ദേറായിലെത്തി തൈലാഭിഷേകം സ്വീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചാണ് അദ്ദേഹം പോയത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നതിനകത്ത് ഒരു ദൈവ ആത്മ പ്രചോദനമുണ്ട് എന്ന് തെളിയിച്ച ഒരു മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏകത എന്ന് പറയുന്നത്. സാറിൻ്റെ ആ മഹത്വത്തിൻ്റെ അതിന് ഏറ്റവും നമ്മളിൽ നിന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതെന്നാണ് ഞങ്ങൾക്ക്. എല്ലാ കാലവും ലോകാവസാനത്തോളം ഈ കല്ലറ ഇവിടെ നിലനിൽക്കും.
ഏത് സമയത്തും ആർക്കും വന്ന് അവിടെ അത് വിസിറ്റ് ചെയ്യുകയും അത് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പോകാനുള്ള അവസരങ്ങളുടെ ഉണ്ടാകും. ഇതിനു മുമ്പ് ആർക്കും ഇങ്ങനത്തെ ഒരു ചെയ്തിട്ടില്ല ക്രമീകരണം? ഒരിക്കലുമില്ല. ഇനി ഒരാളുണ്ടാവുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇന്ന് സാറിന് അതിന് തീർച്ചയായിട്ടും അർഹനാണ്. അത് സാധിച്ചു. അത് സാറിൻ്റെ മഹത്വം. സഭാ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലാണോ അതേ ഇടവകയുടെ ഒരു തീരുമാനമാണോ? ഇത് മൊത്തത്തിൽ ഇടവകയുടെയും സഭയുടെ ഒക്കെ ഇടവകയാണ് തീരുമാനിച്ചത്. പക്ഷേ എല്ലാ സഭയ്ക്കും എല്ലാ ആകമാനം എല്ലാവർക്കും അതൊരു തൃപ്തിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്.